ഒഡീഷയിൽ ഭരണത്തിലിരിക്കുന്ന ബി.ജെ.ഡിയെ കൂടെ കൂട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന ബി.ജെ.പി മോഹങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ബി.ജെ.പിക്കൊപ്പമുള്ള കൂട്ടുകെട്ടിന് താല്പര്യമില്ലെന്ന് ബി.ജെ.ഡി അറിയിച്ചതോടെ എന്നാൽ പിന്നെ ഒഡീഷയിൽ ഒറ്റയ്ക്ക് ഒരു കൈ നോക്കാമെന്ന ചിന്തയിലാണ് ബി.ജെ.പി ഉള്ളത്. എൻ.ഡി.എ വിപുലീകരിക്കാൻ രാജ്യം മുഴുവൻ ഓടി നടക്കുന്ന ബി.ജെ.പിക്ക് കിട്ടിയ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഒഡീഷയിൽ നിന്നുണ്ടായിരിക്കുന്നത്. പറ്റുന്ന പാർട്ടികളെയെല്ലാം മുന്നണിയിലെടുത്ത് പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്തുക എന്നതാണ് ബി.ജെ.പിയുടെ പ്രഖ്യാപിത നയം. അതിലുപരി പ്രാദേശികമായി മാത്രം ഒതുങ്ങി നിൽക്കുന്ന അതേസമയം ശക്തനായ പാർട്ടികളെയും എൻ.ഡി.എ പാളയത്തിൽ എത്തിക്കുവാനാണ് ബി.ജെ.പി നോക്കുന്നത്. ആന്ധ്രയിലെ ടി.ഡി.പിയുമായി സഖ്യമുണ്ടാക്കാൻ സാധിച്ചതോടെ ബി.ജെ.പി ആത്മവിശ്വാസത്തിലായിരുന്നു. ഇതിനു പിന്നാലെ ഒഡീഷയിലും സമവായത്തിലെത്തിയാൽ പിന്നെ പ്രതിപക്ഷ പാർട്ടികളെ തകർക്കാൻ എളുപ്പമാണെന്ന കണക്കുകൂട്ടലിലാണ് ബി.ജെ.പി ഒഡീഷയിൽ മുന്നോട്ട് പോയത്. 15 വർഷം നീണ്ടുനിന്ന ശത്രുത മറന്ന് ഇരു പാർട്ടികളും ഒന്നിക്കാൻ തീരുമാനിച്ചത് തന്നെ ഒഡീഷയിൽ കോൺഗ്രസിനെ തീർക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി മാത്രമാണ്. സീറ്റ് വിഭജനത്തിൽ ബി.ജെ.ഡിയെ മുക്കിക്കളഞ്ഞ് ഒറ്റയാൻ റോൾ കളിക്കാനുള്ള നീക്കമാണ് ബി.ജെ.പി നടത്തിയത്. ഇത് തിരിച്ചറിഞ്ഞാണ് ബി.ജെ.ഡി പിന്മാറിയത്. 147 നിയമസഭാ സീറ്റുകളും 21 ലോക്സഭാ സീറ്റുകളുമാണ് ഒഡീഷയിലുള്ളത്. ഇതിൽ 14 സീറ്റിൽ മത്സരിക്കണമെന്നതാണ് ബി.ജെ.പി ആഗ്രഹിക്കുന്നത്. 7 സീറ്റ് ബി.ജെ.ഡിക്ക് നൽകാമെന്നും ബി.ജെ.പി പറഞ്ഞു. ഇതോടെ ചർച്ച വഴിമുട്ടുകയായിരുന്നു. അങ്ങേയറ്റം പോയാൽ 10 സീറ്റ് ബി.ജെ.പിക്ക് നൽകാമെന്നതാണ് നവീൻ പട്നായിക്കിന്റെ പാർട്ടി പറയുന്നത്. ഇതിനു പിന്നാലെ ഈ വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും സീറ്റ് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിരുന്നു. 100 സീറ്റാണ് ബി.ജെ.ഡി ആവശ്യപ്പെടുന്നത്. 40 സീറ്റ് ബി.ജെ.പിക്ക് നൽകാമെന്നും നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇതും ഇരു പാർട്ടികളും അംഗീകരിക്കാതെ വന്നതോടെയാണ് നേതാക്കന്മാർ തിരികെ ഒഡീഷയ്ക്ക് തിരിച്ചത്. 2019 തെരഞ്ഞെടുപ്പിൽ ബി.ജെ.ഡി 12 സീറ്റുകളിലും അതുപോലെ ബി.ജെ.പി 8 സീറ്റുകളും നേടിയിരുന്നു. നിലവിൽ നിയമസഭയിൽ ബി.ജെ.ഡിക്ക് 112 എം.എൽ.എമാരും ബി.ജെ.പിക്ക് 23 എം.എൽ.എമാരുമാണുള്ളത്. സഖ്യം നടപ്പായാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ആകും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുക എന്ന് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്തായാലും ബി.ജെ.പിയുടെ ഏറ്റവും വലിയ വിമർശകരിൽ ഒരാളായിരുന്നു ഒഡീഷ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക്. ഈ ശത്രുത പഴങ്കഥയാക്കിയാണ് രണ്ട് പാർട്ടികളും ഒന്നാകാൻ തീരുമാനിച്ചത്. നേരത്തെ ബി.ജെ.ഡിയെ കണക്കിന് വിമർശിച്ചിരുന്ന നേതാക്കളിൽ മുൻപന്തിയിലായിരുന്നു ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി നദ്ദ. ബി.ജെ.ഡി വെറും പ്രാദേശിക പാർട്ടിയാണെന്നും അതും ഒറ്റയാൾ നേതാവായിട്ടുള്ള പാർട്ടി സംസ്ഥാനം ഭരിക്കുന്നത് നാണക്കേടാണ് എന്നാണ് നേരത്തെ നദ്ദ പറഞ്ഞിരുന്നത്. ഇതിനു പുറമെ ബി.ജെ.ഡി അഴിമതിയിൽ കുളിച്ചിരിക്കുകയായിരുന്നു എന്നുള്ള വിമർശനം പറഞ്ഞ നദ്ദ സഖ്യത്തിന് ചർച്ചകൾക്ക് മുന്നിൽ നിന്നത് ഈ കഥകൾ മനഃപൂർവ്വം വിസ്മരിച്ചുകൊണ്ടാണ്.